ഇന്നത്തെ യാത്ര തുടങ്ങിയപ്പം ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇതിപ്പം വേമ്പനാട്ട് കായലിൽ വെച്ചിട്ട് ഞാൻ ഇൻട്രോ എടുക്കാൻ പോവുകയാണ്. മെമ്മറീസ് ട്രാവൽ വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടമായിട്ട് പോയിട്ട് തിരിച്ചു വന്നോളൂ. ആ സ്നേക്ക് ബേർഡ് തന്നെയാ.
നമ്മൾ കഴിഞ്ഞ ദിവസം ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇല്ലിക്കലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു ഇല്ലിക്കക്കല്ലിൻ്റെ മേളിൽ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേമ്പനാട്ട് കായൽ കാണാം എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അയ്യമ്പാറയ്ക്ക് കയറിയപ്പോൾ അവിടെ വെച്ചും പറഞ്ഞായിരുന്നു, ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു, ഒരു ഷോപ്പിലെ ചേട്ടൻ, പുള്ളി പറഞ്ഞ വേമ്പനാട്ട് കായൽ കാണാം എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം നമ്മൾ വേമ്പനാട്ട് കായലിൽ കൂടെയാണ് യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിന്ന് ഇങ്ങനെ നിൽക്കുവാണ്. താഴെ പോവല്ലേ? ഇപ്പൊ ഉണ്ടാ പാവുന്ന സ്വന്തം പോട്ടാന്നോ? സ്വന്തം പോട്ട ചാരി എന്ന് പോകുന്ന അമ്മ. അതും വേമ്പനാട്ട് കായലിൽ കൂടെ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ടോ? അയ്യോ, ഒരു രക്ഷയില്ല. സംഭവം കാണാൻ നല്ല അടിപൊളി. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടെ വെച്ചിട്ടേ കായലിൻ്റെ നടുക്കൂടെ അതും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുമ്പം ഒരു പ്രത്യേക സെറ്റപ്പാണ് ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെയൊക്കെ. നല്ല ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിങ്ങിനൊക്കെ ഒരു പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് അങ്ങ് ദൂരമില്ല ആ കാണുന്നത്. അവിടെയൊക്കെ കായലിന് നല്ല ഇളക്കമുണ്ടല്ലോ, വെള്ളം. അല്ല, ഇവിടെ ഒന്നും വലിയ ഓളമില്ല, അവിടെ മാത്രം ഓളം. അങ്ങ് ദൂരെ ഇച്ചിരി ഓളം കൂടുതൽ, ഓളം അടിക്കുന്ന ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കായലിനകത്തോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതെടുക്കണമെന്നുള്ളൊരു അവസ്ഥയിലാണ്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പക്ഷികൾ ഇരിപ്പുണ്ട്. ഇതുണ്ടോ, ഇത് നീർക്കാക്കയുടെ ഒരു വകഭേദമാണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു ഹൗസ് ബോട്ടാണ് അത്രയും ദൂരത്തിൽ എത്തിട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് കോക്കനട്ട് ലഗൂൺ എന്ന് പറഞ്ഞ റിസോർട്ടല്ല. ഇതിൻ്റെ അതെ അല്ലേ? ആണോ? ഈ വല ഇട്ടേക്കുന്നല്ലേ? ഇതുണ്ടല്ലേ, ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കോക്കനട്ട് ലഗൂൺ എന്ന് പറയുന്ന കോട്ടേജുകളാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കായലിൻ്റെ തീരത്തിരുന്ന് ജസ്റ്റ് ചില്ലായിട്ടിരിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു കായലിൻ്റെ ഫുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ വലയിട്ടേക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് മീൻ വളർത്തുന്നുണ്ട്. നമുക്ക് അത്യാവശ്യത്തിനുള്ള മീനൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ ഇവിടുന്ന് ചൂണ്ടയിട്ട് പിടിക്കാം. അതാണ് എൻ്റെ ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഇഷ്ടം പോലെ തണൽ മരങ്ങളും ഇവിടെയുണ്ട്. അല്ല, സൈക്ലിംഗ് ഒക്കെ ഉണ്ടല്ലേ? അല്ല, സൈക്ലിംഗ് ഒക്കെ ഉൾപ്പെടെയാണ് കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ ഒന്ന് എണീറ്റ് കായലിൻ്റെ തീരത്തോടെ ഒന്ന് സൈക്കിൾ ഓട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെയുള്ള സൈക്കിളുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അങ്ങ് ദൂരെ ഒരു വള്ളം പോകുന്നുണ്ടേ. നമ്മുടെ ഈ കാറ്റിൻ്റെ ഒരു ദിശ അനുസരിച്ച് കൊണ്ടുപോകുന്ന ടൈപ്പ് വള്ളമാണ്. ഇത് കണ്ടോ, അങ്ങ് ദൂരെ ഉണ്ട്. അതിൻ്റെ ആ മേളത്തെ ആ ഒരു കാറ്റടിക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള ആ ഒരു രീതിയിലാണ് ആ വള്ളം കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. കൺട്രോളിങ് മൊത്തം ആ ഒരു പടുത പോലത്തെ സാധനത്തിലാണ്. ഇതാണ് കോക്കനട്ട് ലഗൂണിൻ്റെ ഫ്രണ്ട് ഏരിയ. ഇതുണ്ടോ, ഒരു ദ്വീപ് പോലെയാണ് ഫുള്ള്. ഇവിടുത്തെ കാഴ്ച ഭയങ്കര അതിമനോഹരമാണ്. കാരണം ഇതുണ്ടല്ലേ, മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് ഒരു രക്ഷയില്ല. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് കണ്ടേ കിടന്ന് ആടുന്ന ഊഞ്ഞാലും ഇരുന്നുകൊണ്ട് ആടുന്നതും, അതുപോലെ തന്നെ ഈ ലോണൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ്.
കായലിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ചെറിയൊരു കനാൽ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. അവിടെയൊക്കെ ഫുള്ള് ക്ലീനാണേ, അതാണ് ഇവിടുത്തെ പ്രത്യേകത അല്ലേ. തെങ്ങിൻ്റെ മുകളിലൊക്കെ വല പോലെ, അത് തേങ്ങ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ. ഇതുണ്ടോ, അത് കൊള്ളാം. ലോണിൽ കൂടെ ആൾക്കാർ നടക്കുമ്പം ആൾക്കാരുടെ തലയിലോട്ട് തേങ്ങ വീഴാതിരിക്കാൻ വേണ്ടി ഇതുണ്ട്, വലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടേ. അതൊരു കിടിലൻ ഐഡിയ. ഇതൊരു സ്പീഡ് ബോട്ട് ഇവിടുന്ന് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലെ ഡ്രൈവറുടെ പറയായിരുന്നു ഇത് പക്ഷി സങ്കേതമാണെന്നാണ് പറയുന്നത്. ഏതാ? കുമരകം ബേർഡ് സാങ്ച്വറിയാണ്. പക്ഷികൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും പക്ഷികൾ കാണും. കാരണം കൂടുതലായിട്ടും ദേശാടന കിളികളല്ലേ. ഇവിടെ മുഴുവൻ ഇതിനല്ലേ കായൽ പോള വന്നടിഞ്ഞിരിക്കുക. ഇതുകൊണ്ട് ഈ സൂം ചെയ്ത് കാണിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ KTDCയുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇത് ഇവിടെ കായലുമായിട്ട് ജോയിൻ്റ് ആകുന്ന ജംഗ്ഷൻ വരുന്നതുകൊണ്ടാണ്. കായലിലോട്ട് കയറുമ്പോൾ ഒരു ഓളമുണ്ട്. ഇതുണ്ടല്ലേ നമ്മുടെ ബോട്ട് കടന്ന് കുലുക്കുമാണ്. നമ്മളോട് ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഒരു 12 അടി താഴ്ചയുണ്ട്. ആവറേജ് മാക്സിമം 12 അടി കൂടുതൽ വരത്തില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. അതല്ലേ 12 അടി ആഴം, അതായത് ഒരു 2 ആൾ പൊക്കം 2.5 ആൾ പൊക്കം എന്നൊക്കെ പറയാം വേണമെങ്കിൽ. അമ്മ എങ്ങനെയുണ്ട്? യാത്ര എങ്ങനെയുണ്ട്? സൂപ്പർ, ഇഷ്ടപ്പെട്ടോ? അമ്മ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക കേട്ടോ. കുറച്ചു നേരം നമ്മളിവിടെ സീറ്റ് ഇരിക്കുന്നു, കുറച്ചു നേരം അപ്പുറത്തിരിക്കുന്നു. വഴക്കുണ്ടാക്കാൻ പറ്റിയില്ലേ? വാട്ടർ ലില്ലി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അല്ലേ? ലില്ലി എന്നാടാ, ലിലി, ലിലി.
ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ബോട്ട് ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇതുണ്ട്, ഈ കാറിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ പോയിട്ട് കായലിൻ്റെ നടുക്ക് ചെന്ന് കായലിൽ ഒന്ന് കറങ്ങി വേറൊരു വഴിയെ കൂടെ കറങ്ങിയാണ് തിരിച്ചു വന്നേക്കുന്നത്. അതാണ് 1.5 മണിക്കൂറിനുള്ള യാത്ര. അപ്പോൾ നമ്മൾ ഈടാക്കുന്ന ഒരു പൈസ എന്ന് പറഞ്ഞാൽ മണിക്കൂറിന് 800 രൂപയും, ഇതിപ്പോൾ 1.5 മണിക്കൂർ കറങ്ങുന്നതിന് 1600 രൂപ, 1500 രൂപ അല്ലടാ, 1.5 മണിക്കൂർ. അതാണിപ്പോൾ നമ്മൾ ഇന്ന് ഈടാക്കുന്ന പൈസ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് 4 പേരും കൂടെ ഒരുമിച്ച് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ബോട്ടിങ്ങിലുണ്ടായിരുന്ന ചേട്ടൻ്റെ പേര്, ബോട്ടിങ്ങിന് കൂടെ വന്ന ചേട്ടൻ്റെ പേര് സാജിമോൻ എന്നാണ്. സാജിമോൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം. അപ്പം ചെറിയ ബോട്ടിങ്ങൊക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിങ്ങിനുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 800 രൂപയാണ് 350. അപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയിട്ട് വേമ്പനാട്ട് കായൽ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ ബോട്ട് ഓടിച്ച് മെയിനായിട്ടുള്ള കായലിൽ കൂടെ പോയിട്ട് തിരിച്ച് അവിടെ തന്നെ വന്നു. ഒരു 1.5 മണിക്കൂറോളം ആവറേജ് സമയമെടുത്തു. എത്രയാണ് മേടിച്ചത്? 1200 രൂപ. ശരിക്കും 1600 വേണ്ട അല്ലേ? അല്ല, 1500 എന്നാണ് പറഞ്ഞത്. നമ്മുടെ 1200 ചേട്ടൻ മേടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഫോൺ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുമരകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ ബോട്ടിംഗ് ഒക്കെ ചെയ്തു തരും. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ ഈ ഒരു വൈകുന്നേരം ഒരു 4 മണി സമയത്തൊക്കെയാണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ട് പോയിട്ട് ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാൻ പറ്റുന്നൊരു അടിപൊളിയാണ്. സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്ലാനിങ് ഒന്നുമില്ല. നോർമലി നമ്മുടെ ഫാമിലി ട്രിപ്പിൻ്റെ വീഡിയോസ് എല്ലാം അങ്ങനെയാണ്, പ്ലാനിങ് ഒന്നുമില്ല. വണ്ടിയെ കയറി കഴിയുമ്പോഴാണ് ഇങ്ങോട്ട് പോകണമെന്നുള്ളൊരു ചിന്തയിലോട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കുമായിരുന്നു. ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന് വേമ്പനാട്ട് കായലിൽ എത്തിയപ്പോഴാണെന്ന് എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാം എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇൻട്രോ ഒന്നും ഇല്ലായിരുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.